അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മോഡേൺ അറബിക് കോഴ്സിലെ നെക്സ്റ്റ് ചാപ്റ്റർ 4-ൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ടൈം ആൻഡ് ബേസിക് ഷെഡ്യൂളിംഗ് ഇൻ അറബിക്കാണ്. അറബിയിലെ ടൈം പറയുന്നത്, അതുപോലെ ബേസിക് ആയിട്ടുള്ള ഷെഡ്യൂളിംഗ് ഒക്കെ എങ്ങനെയാണ് എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന ഏരിയ ഹൗ ടു ആസ്ക് ഫോർ ദി ടൈം. സമയം എങ്ങനെയാണ് ചോദിക്കുക, എന്താണ് സമയം, ഇപ്പോൾ എത്രയാണ് സമയം എന്നൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ്. അതുപോലെ ഹാഫ് ഫാസ്റ്റ്, ഓരോ സമയത്തിൻ്റെയും ഓരോ ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ 1:10, 2:10, 2:30, 5:30, 5:45 എന്നൊക്കെ പറയുമല്ലോ. അതിൽ പെട്ടതാണ് ഹാഫ് പാസ്റ്റ്. അതെന്താണെന്ന് അത് പറയുന്ന സമയത്ത് വിശദമാക്കാം. അതുപോലെ ക്വാർട്ടർ പാസ്റ്റ് ആൻഡ് ക്വാർട്ടർ ടു, പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള മിനിറ്റ്സ്, പിന്നെ AM PM, പിന്നെ ഒരു ആഴ്ചയിലെ ദിവസങ്ങൾ, അതുപോലെ ഒരു വർഷത്തിലെ മാസങ്ങൾ, അതുപോലെ ടൈം എക്സ്പ്രഷൻ, പിന്നെ സാമ്പിളായിട്ടുള്ള കോൺവെർസേഷൻസ്. ഇതാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഹൗ ടു ആസ്ക് ഫോർ ദി ടൈം, സമയം എത്രയായി എന്ന് എങ്ങനെ ചോദിക്കാം. അത് പല രൂപത്തിലും ചോദിക്കാം. അതിൻ്റെ ഓരോ മോഡലുകളാണ് ഇതിൽ പറയുന്നത്. ഒന്നാമത്തേത് വാട്ട് ടൈം ഈസ് ഇറ്റ് നൗ, ഇപ്പം എന്താണ് സമയം, അപ്പോൾ സമയം എന്തായി എന്നൊരാളോട് ചോദിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ അറബിയിൽ പറയും? കമിസ്സാത്തുൽ ആൻ, കമിസ്സാത്തുൽ ആൻ. ഇനി വാട്ട് ഈസ് ദ ടൈം, സമയം എന്തായി, എങ്ങനെയും ചോദിക്കാം. അതിന് മാഹുവൽ വക്ത്, എന്താണ് സമയം. എന്താണ് സമയം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉദ്ദേശം ഇപ്പം എന്താണ് സമയം, എത്ര സമയമായി എന്നാണ്. ഇനി മറ്റൊരു രൂപം, ക്യാൻ യു ടെൽ മീ ദി ടൈം, സമയം എത്രയായി എന്ന് പറയാമോ. ക്യാൻ യു ടെൽ മീ, നിനക്ക് എന്നോട് പറയാമോ ദി ടൈം, സമയം അതാണ്. അപ്പോൾ അതിന് എങ്ങനെയാണ് അപ്പോൾ എങ്ങനെയാണ് അറബിയിൽ പറയുക? ഹൽ യുംകിനുക, ഹൽ യുംകിനുക, നിനക്ക് കഴിയുമോ, ഇഖ്ബാരി, പറയാൻ കഴിയുമോ, ബിൽ വക്തി, സമയം, സമയം എത്രയായി എന്ന് പറയാൻ കഴിയുമോ. ഇതൊരു രൂപമാണ്. മറ്റൊരു രൂപം വാട്ട് ടൈം ഈസ് ഇറ്റ് പ്ലീസ്, ഒരു പ്ലീസ് ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കുന്ന രൂപം. അതിനെങ്ങനെയാണ് പറയുക? കമിസ്സ മിൻ ഫദ്ലിക്, മിൻ ഫദ്ലിക്, നേരത്തെ പറഞ്ഞിരുന്നു മിൻ ഫദ്ലിക് എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്നുള്ള രൂപമാണ്. ഇനി ഇപ്പോൾ കറക്റ്റ് എത്ര സമയമായി എന്നിങ്ങനെ ചോദിക്കും. വാട്ട് ഈസ് ദ എക്സാക്റ്റ് ടൈം നൗ, ഇപ്പോൾ സമയം കൃത്യമായിട്ട് എത്രയാണ്. ഇതങ്ങനെ അറബിയിൽ ചോദിക്കാം. മാഹുവൽ വക്തുൽ ആൻ ബിൽ ലബ്സ്, ബിൽ ലബ്സ് എക്സാക്റ്റ് എന്നർത്ഥം. അല്ലെങ്കിൽ ബി തഹ്ദീദ് എന്നും പറയാറുണ്ട്. മാഹുവൽ വക്തുൽ ആൻ ബി തഹ്ദീദ്, ഈ രണ്ടും പറയും. മാഹുവൽ വക്തുൽ ആൻ ബിൽ ലബ്സ്, മാഹുവൽ വക്തുൽ ആൻ ബിൽ തഹ്ദീദ്. വാട്ട് ഈസ് ദ എക്സാക്റ്റ് ടൈം നൗ, എന്താണ് ഇപ്പോഴത്തെ കറക്റ്റ് ടൈം. അപ്പം എങ്ങനെയാണ് സമയം ചോദിക്കേണ്ട രൂപങ്ങൾ അറബിയിൽ പറയാം. ഇനി അതിന് മറുപടി പറയുമ്പോൾ സമയം എത്രയായി എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള സമയം പറയുമ്പോൾ മണികൾ പറയുമ്പോൾ, ഉദാഹരണത്തിന് 12 മണി, 1 മണി, 2 മണി, 3 മണി, ഇങ്ങനത്തെ മണിയായിട്ടുള്ള സമയങ്ങൾ പറയുമ്പോൾ പറയുന്ന രൂപമാണ് ആദ്യം പറയുന്നത്. അസ്സാഅത്തുൽ വാഹിദ, ഇറ്റ്സ് 1 o'clock, 1 മണിയായി. അതുപോലെ ഇറ്റ്സ് 2 o'clock, അസ്സാഅത്തു സാനിയ, 2 മണിയായി. ഇനി 3 മണിയായി എന്നുള്ളതിന് ഇറ്റ്സ് 3 o'clock, അസ്സാഅത്തു സാലിസ, 4 മണിക്ക് ഇറ്റ്സ് 4 o'clock, അസ്സാഅത്തു റാബിഅ, ഇറ്റ്സ് 5 o'clock, അസ്സാഅത്തുൽ ഖാമിസ, 5 മണിയായി. ഇറ്റ്സ് 6 o'clock, അസ്സാഅത്തു സാദിസ, 6 മണിയായി. അതുപോലെ ഇറ്റ്സ് 7 o'clock, അസ്സാഅത്തു സാബിഅ, 7 മണിയായി. ഇറ്റ്സ് 8 o'clock, 8 മണിയായി, അസ്സാഅത്തു സാമിന. അതുപോലെ അസ്സാഅത്തു താസിഅ, 9 മണിയായി, ഇറ്റ്സ് 9 o'clock. ഇനി 10 മണിയായി, ഇറ്റ്സ് 10 o'clock, അസ്സാഅത്തുൽ ആശിറ. ഇനി ഇറ്റ്സ് 11 o'clock, 11 മണിയായി, അസ്സാഅത്തു ഹാദിയ അശ്റ. അതുപോലെ 12 മണിയായി, അസ്സാഅത്തു സാനിയ അശ്റ, ഇറ്റ്സ് 12 o'clock. ഇങ്ങനെയാണ് ഈ സമയങ്ങൾ പറയുന്നത്. ഇനി പറയാൻ പോകുന്ന രൂപമാണ് ഹാഫ് പാസ്റ്റ്. ഹാഫ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സമയത്തിൻ്റെ പകുതി കഴിഞ്ഞതിനാണ് പറയുക. എന്ന് പറഞ്ഞാൽ അത് ഹാഫ് പാസ്റ്റ് എന്നുള്ളതിൻ്റെ ഒരു രൂപം പറഞ്ഞാണ്. കൃത്യമായി പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സമയം പറഞ്ഞതിന് കറക്റ്റായിട്ടുള്ള മെത്തേഡുകളുണ്ട്. നമ്മളിപ്പോൾ പറയുന്ന രൂപങ്ങളല്ല, പലരും കഥകളിലും പുസ്തകങ്ങളിലൊക്കെ വായിക്കുന്ന രൂപത്തിലല്ല ശരിക്കും ഇംഗ്ലീഷിലുള്ള ടൈമിൻ്റെ കൃത്യമായിട്ടുള്ള ഇതിൻ്റെ എക്സ്പ്രഷൻ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2:30, 3:30, 4:30, 5:30, 6:30 ഇങ്ങനെയൊക്കെ പറയുന്ന ഈ അര പറയുന്ന ഭാഗത്തിനാണ് ഹാഫ് പാസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഉദാഹരണത്തിന് 2:30 എന്തെന്ന് പറയും? 2:30 നമ്മൾ സാധാരണ പറയുന്നത് 2:30 എന്ന് പറയും. 2:30 ശരിക്കും അങ്ങനെയല്ല പറയേണ്ടത്. അത് ഒരു മോഡേൺ ഇംഗ്ലീഷിൽ പറയുമ്പോൾ
ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ രൂപം 2:30 എന്നാണ്. 2:30 2:30 എന്നുള്ളതിന് 2:30 എന്നാണ് പറയുക. ഇനി 3:30 ആണെങ്കിൽ 3:30, 5:30 ആണെങ്കിലോ 5:30, ഇനി 12:30 ആണെങ്കിലോ 12:30, ഇങ്ങനെയാണ് പറയുക. അപ്പോൾ 2:30 എങ്ങനെയാണ് അറബിയിൽ പറയുക എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ മോഡേൺ ആയിട്ടുള്ള രൂപമാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇറ്റ്സ് 2:30, 2:30 ആയിരിക്കുന്നു. 2:30 എങ്ങനെയാണ് പറയുക? അസാത്തുൽ ഥാനിയ വന്നിസ്ഫ്, അസാത്തുൽ ഥാനിയ വന്നിസ്ഫ്. സാനിയ എന്ന് പറഞ്ഞാൽ 2, പിന്നെ വന്നിസ്ഫ് പകുതിയും, അതാണ് 2:30, 2:30 എന്ന് പറയുന്നത്. ഇനി 5:30 ആണെങ്കിലോ 5:30 എന്താ പറയുക? അസാത്തുൽ ഖാമിസ വന്നിസ്ഫ്. ഇനി 8:30 ആണെങ്കിലോ അസാത്തു സാമിന വന്നിസ്ഫ്. 10:30 ആണെങ്കിൽ അസാത്തുൽ ആഷിറ വന്നിസ്ഫ്. ഈ 2:30 എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം, അതിനുശേഷം ഇത് പഠിക്കാം. ഓക്കെ, 2:30 ശേഷം നമ്മൾ പഠിക്കുന്നത് 2:15 ആണ്. എന്താണ് 2:15 ഇത് രണ്ടും ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ 2:15 3:15 എന്നൊക്കെ പറയുമല്ലോ, ഇതിനാണ് 2:15 ഉപയോഗിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് 2:15 ആണെങ്കിൽ 2:15 എന്ന് പറയും, 3:15 ആണെങ്കിൽ 2:15, 5:15 ആണെങ്കിൽ 2:15 എന്ന് പറയും. ഇതിനാണ് 2:15 എന്ന് പറയാം. ഇനി 2:15 ആണെങ്കിലോ അത് തികച്ചും വ്യത്യാസമുണ്ട്. 2:15 എന്ന് പറഞ്ഞാൽ 12:45 ആണ്. 12:45 ആണെങ്കിൽ അത് എങ്ങനെയാണ് പറയുക? 1:45. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4 ഭാഗം എന്നാണ് അർത്ഥം. അപ്പോൾ 1/4 ഭാഗം, 1 മണിയാകാൻ 1/4 ഭാഗം ഉണ്ട്, അതിനാണ് 1:45 എന്ന് പറഞ്ഞാൽ 12:45. അത് നല്ലപോലെ ഒന്ന് മനസ്സിരുത്തി തസ്വീർ ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, ഇനി 2:45 ആണെങ്കിലോ 2:45 എന്ന് പറഞ്ഞാൽ 3 മണിയാവാൻ 1/4 മണിക്കൂറാണ്. അപ്പോൾ 1:45 അങ്ങനെയാണ് പറയാം. ഇതാണ് 2:15 2:15. അപ്പോൾ അതെങ്ങനെയാണ് അറബിയിൽ പറയുക എന്നാണ് ആദ്യം പറയുന്നത്. ഇറ്റ്സ് 4:15, 4:15 എന്ന് പറയും. അതെങ്ങനെയാണ് അറബിയിൽ പറയുക? അസാത്തു റാബിഅ വർ റുബഅ. റുബഅ എന്ന് പറഞ്ഞാൽ 4/1, അതാണ് 4. അസാത്തു റാബിഅ വർ റുബഅ. ഇനി ഇറ്റ്സ് 9:15, 9:15. അസാത്തു താസിഅ വർ റുബഅ. ഇനി അടുത്തത് ഇറ്റ്സ് 5:45, 5:45. ഇതെങ്ങനെ പറയും? 5:45 എന്ന് പറഞ്ഞാൽ 6 മണിയാവാൻ 1/4 മണിക്കൂർ കൂടെ ഉണ്ട്, അതാണ് ഇറ്റ്സ് 5:45 എന്ന് പറയുന്നത്. 5:45 ഇതെങ്ങനെയാണ് പറയുക? അസാദു സാദിസ ഇല്ലാ റുബഅൻ, അസാദു സാദിസ ഇല്ലാ റുബഅൻ. കറക്റ്റായിട്ടുള്ള അറബിയിലുള്ള ടൈം എക്സ്പ്രഷനാണിത്. ഇത് പലരും പാലിക്കാറില്ല, എങ്കിലും ഇത് പഠിച്ചു വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് നമ്മളിവിടെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത്. 5:45 ഈ പറയുന്നത് അസാദു സാദിസ ഇല്ലാ റുബഅൻ. ഇല്ലാ റുബഅൻ എന്നാണ് മുക്കാലിന് പറയുന്നത്. അപ്പോൾ മുക്കാല് പറയുമ്പോൾ അടുത്ത സമയം ഏതാണോ, അടുത്ത ക്ലോക്ക് ഏതാണോ അതാണ് ആദ്യം പറയേണ്ടത്, 5:45. ഇനി അടുത്തത് ഇറ്റ്സ് 10:45, 11 മണിയാവാൻ 1 മണിക്കൂറുണ്ട് എന്ന് പറഞ്ഞാൽ 10:45. അപ്പം എങ്ങനെ പറയുക? അസാത്തുൽ ഹാദിയത അശ്റ ഇല്ലാ റുബഅൻ, അസാത്തുൽ ഹാദിയത അശ്റ ഇല്ലാ റുബഅൻ. ഇത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ആകെ തെറ്റിപ്പോകും. അത് നന്നായിട്ട് പഠിക്കുക, എഴുതുക, ഓരോ സമയവും കൃത്യമായിട്ട് എഴുതുക. 1 മുതൽ 12 മണി വരെയുള്ള സമയത്തിലുള്ള 1/4 ഭാഗവും 3/4 ഭാഗവും, 12:45, 1:45, 4:45, 5:45, അങ്ങനെ ഓരോന്നും എഴുതി വെക്കുക. അപ്പോഴാണ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള മിനിറ്റ്സ് ആണ്. ഉദാഹരണത്തിന് 2:10, 5:10, 6:20 ഇതൊക്കെ എങ്ങനെയാണ് പറയുക? പകുതി എത്തുന്നത് വരെ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് 2:30, 3:30, 4:30 ഈ അര ആകുന്നത് വരെ ഉള്ളതിനൊക്കെ എത്രയാണോ മിനിറ്റ് ഉള്ളത് ആ മിനിറ്റ് പറയും. ശേഷമുള്ളതിനെ ഇല്ല വെച്ചുകൊണ്ട് അടുത്ത സമയത്തിലേക്ക് എത്രയാണോ ഉള്ളത് അത്ര മിനിറ്റും പറയും. അങ്ങനെയാണ് പറയുക. ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ 2 മണിക്ക് ശേഷം 2:30 വരെയുള്ള സമയമാണെങ്കിൽ 2:30 വരെയുള്ള സമയത്തിന് പിന്നെ ഇറ്റ്സ് 10:02. 2:10 10:02. അതുപോലെ 2:15 1/4 ഇങ്ങനെ പറയും. 1/4 കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഭാഗം. ഇപ്പോൾ 2:20 20:02.
25 past 2, 2:25 ഇങ്ങനെ പറയും. ഇനി 2:30 ശേഷമുള്ള സമയം, 2:30 ശേഷം ഇനി 3 മണിയിലേക്ക് എത്ര സമയം ബാക്കിയുണ്ടോ, എത്ര മിനിറ്റ് ബാക്കിയുണ്ടോ അതനുസരിച്ചാണ് പറയാം. ഉദാഹരണത്തിന് 2:40 ആണ് എന്നുണ്ടെങ്കിൽ 40 മുതൽ 3 മണി വരെ എടുക്കാൻ എത്ര സമയമുണ്ട്, അത് 20 മിനിറ്റ്സ് ആണ്. അപ്പോൾ 20 മിനിറ്റ്സ് ടു 3 o'clock, 2:40 20 മിനിറ്റ്സ് ടു 3 o'clock അങ്ങനെയാണ് പറയാം. അപ്പം അതനുസരിച്ചുള്ള അറബി എങ്ങനെയാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇറ്റ്സ് 2:10, അതായത് ഇറ്റ്സ് 10 past 2. ഇതെങ്ങനെ പറയും? 2:10 എങ്ങനെ പറയും? അസ്സാഅത്തു സാനിയ വഅശ്റു ദഖായിഖ്, അസ്സാഅത്തു സാനിയ വഅശ്റു ദഖായിഖ്. അതുപോലെ 5:05 എന്നിങ്ങനെ പറയും. അസ്സാഅത്തുൽ ഖാമിസ വഖംസ ദഖായിഖ്, വഖംസ് ദഖായിഖ്. ഇനി 6:50 എന്നിങ്ങനെ പറയും. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 6:50 എന്ന് പറഞ്ഞാൽ 7 മണിക്ക് ഇനി 10 മിനിറ്റ് ആണുള്ളത്. അപ്പോൾ ഇറ്റ്സ് 10 to 7, ഇറ്റ്സ് 10 to 7 ഇങ്ങനെയാണ് അറബി പറയാം, ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ അറബിയിൽ എങ്ങനെയായിരിക്കും? അസ്സാഅത്തു സാബിഅ, 7 മണി ആയിട്ടില്ല. അസ്സാഅത്തു സാബിഅ ഇല്ലാ 10 ദഖായിഖ്, ഇല്ലാ 10 ദഖായിഖ്. ഇനി 11:55 ഇതെങ്ങനെ പറയും? 11:55 എന്ന് പറഞ്ഞാൽ 5 മിനിറ്റാണ് 12 മണിക്കുള്ളത്. അപ്പോൾ ഇറ്റ്സ് 5 minutes to 12 ഇങ്ങനെയാണ് പറയാം. അപ്പോൾ അത് അറബിയിൽ എങ്ങനെ പറയും? അസ്സാഅത്തു സാനിയത അശ്റത ഇല്ലാ 5 ദഖായിഖ്. നല്ല ചിന്തിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ആലോചിച്ച് ചിന്തിച്ച് പറയാം. നിങ്ങൾ എഴുതി വെക്കുക, പ്രാക്ടീസ് ചെയ്യാം. ഇനി എങ്ങനെയാണ് AM PM എന്ന് പറയാം അറബിയിൽ എന്നാണ് നോക്കുന്നത്. ഇറ്റ്സ് 4 AM, 4 AM ആണ് ഇപ്പോൾ എന്നുള്ളതിന് എങ്ങനെ പറയാം? അസ്സാഅത്തു റാബിഅത സ്വബാഹൻ, AM ആണെങ്കിൽ സ്വബാഹൻ. ഇനി ഇറ്റ്സ് 9 PM, 9 PM ആയി എന്നങ്ങനെ പറയാം. അസ്സാഅത്തു താസിഅത മസാഅൻ, അത്രേ ഉള്ളൂ. അപ്പോൾ സ്വബാഹൻ എന്നാണെങ്കിൽ AM ആയിരിക്കും, മസാൻ എന്ന് പറഞ്ഞാൽ PM ആയിരിക്കും. വേറൊരു ഉദാഹരണമാണ് ഐ ഗോ ടു സ്ലീപ്പ് അറ്റ് 11 PM, ഞാൻ 11 PM ഉറങ്ങാൻ പോകുന്നത്. അന അദ്ഹബു ഇല നൗമി ഫി സഅത്തിൽ 11 മസാഅൻ. ഐ വേക്ക് അപ്പ് അറ്റ് 6 AM, ഞാൻ 6 AM എഴുന്നേൽക്കുന്നത്. അസ്തയഖ്ലു ഫി സഅത്തി സാദിസത്തി സ്വബാഹൻ. ഇനി ഒരാഴ്ചയിലെ ദിവസങ്ങളെ കുറിച്ചാണ്. ഒരാഴ്ചയിലെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ഇത്രയാണ്. അതെങ്ങനെ പറയാം? മൺഡേ, തിങ്കളാഴ്ചക്ക് ഇത്നൈൻ, യൗമുൽ ഇത്നൈൻ. ട്യൂസ്ഡേ, ചൊവ്വാഴ്ചക്ക് അസ്സലാസ. അതുപോലെ ബുധനാഴ്ചക്ക് അൽ അർബിഅ. തേഴ്സ്ഡേ, വ്യാഴാഴ്ചക്ക് അൽ ഖമീസ്, യൗമുൽ ഖമീസ്. വെള്ളിയാഴ്ചക്ക് യൗമുൽ ജുമഅ, ഫ്രൈഡേ. ശനിയാഴ്ചക്ക് യൗമുൽ സബ്ത്, സാറ്റർഡേ. അതുപോലെ ഞായറാഴ്ചക്ക് യൗമുൽ അഹദ്, സൺഡേ. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ഇനി അവസാനമായിട്ട് ഒരു വർഷത്തിലെ മാസങ്ങളാണ്. ജനുവരിക്ക് മോഡേൺ അറബിയിലുള്ള പദങ്ങളാണ് ഇനി പറയുന്നത്. ജനുവരിക്ക് യനായർ, ഫെബ്രുവരിക്ക് ഫിബ്രായർ, മാർച്ചിന് മാരിസ്, ഏപ്രിലിന് എബ്രിൽ, മെയ്ക്ക് മായു, ജൂണിന് യൂന്യു, ജൂലൈക്ക് യൂല്യു, ഓഗസ്റ്റിന് ഓഗസ്തുസ്, സെപ്റ്റംബറിന് സിപ്തംബർ, ഒക്ടോബറിന് അക്ടൂബർ, നവംബറിന് നവംബർ, ഡിസംബറിന് ദീസംബർ. അപ്പോൾ യനായർ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മായു, യൂന്യു, യൂല്യു, ഓഗസ്തുസ്, സെപ്റ്റംബർ, അക്ടോബർ, നവംബർ, ഡിസംബർ. അങ്ങനെ കൃത്യമായിട്ട് അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെയാണ് ടൈം ഷെഡ്യൂളിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി അവസാനമായിട്ട് ഒരു സാമ്പിൾ കോൺവെർസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഒരു 4 കോൺവെർസേഷൻ എക്സ്ചേഞ്ചസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1 ആസ്കിങ് ഫോർ ദി ടൈം, 2 മേക്കിംഗ് എ ഷെഡ്യൂൾ, 3 ടോക്കിംഗ് അബൌട്ട് ഡേയ്സ്, അതുപോലെ 4 ഷെഡ്യൂളിങ് എ മീറ്റിംഗ്. ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും ഭാഗങ്ങളാണ് ഈ ഏരിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് കവർ ചെയ്യാനുള്ളത്. എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.